ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 2020 സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ ടെക് സൈഡിൽ നിന്നുള്ള രണ്ട് IPOകൾ കണ്ടിരുന്നു. ഹാപ്പിയസ്റ്റ് മൈൻഡ് IPOയും അതോടൊപ്പം തന്നെ റൗട്ട് മൊബൈൽ IPOയും. ഈ രണ്ട് IPOയെക്കുറിച്ചുള്ള ന്യൂസുകൾ ഒഴിയുന്നതിന് മുൻപ് തന്നെ അടുത്ത IPOയെക്കുറിച്ചുള്ള ന്യൂസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്കമിങ് IPOയായ ക്യാംസ് IPOയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. IPOയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾക്ക് കമ്പനിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ കമ്പനിയുടെ ബിസിനസ് മോഡലിനെക്കുറിച്ചും പരിചയപ്പെടാം. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിനിടയിൽ വളരെ ഫേമസ് ആയ ഒരു പേരാണ് ക്യാംസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസ് ലിമിറ്റഡ്. ഇനി ക്യാംസ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്യാംസ് ഒരു രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ്. ഇതിനുവേണ്ടി നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിൻ്റെ ബേസിക്കിലേക്ക് വരാം. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ സാധാരണ നിക്ഷേപകർ പൈസ മ്യൂച്വൽ ഫണ്ട് AMCകൾ അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളിൽ നിക്ഷേപിക്കാറുണ്ട്. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഈ പൈസ വിവിധ സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ചതിന് ശേഷം അതിൽ നിന്നുണ്ടാകുന്ന നല്ല റിട്ടേൺസ് തിരിച്ച് നിക്ഷേപകർക്ക് കൊടുക്കാറുണ്ട്. ഇതാണ് AMCകളുടെ ജോലി. ഇനി ഈ AMCകളെ ഈ വർക്കിൽ അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ AMCകൾക്ക് ആവശ്യമായ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ് ക്യാംസ്, അതോടൊപ്പം തന്നെ കാർവി തുടങ്ങിയ കമ്പനികൾ. ഈ കമ്പനികൾ ഏത് രീതിയിലുള്ള അസിസ്റ്റ് അല്ലെങ്കിൽ സർവീസാണ് ഈ കമ്പനികൾക്ക് ചെയ്തു കൊടുക്കുന്നതെന്ന് നോക്കാം. AMCകൾ പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ നിക്ഷേപിക്കുന്നതും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നതിലുമാണ്. പക്ഷേ ക്യാംസ് കണക്കുള്ള സർവീസ് പ്രൊവൈഡർ ഇതിൽ നിക്ഷേപിക്കുന്ന നിക്ഷേപകർക്കുള്ള ലൈവ് മോണിറ്ററിംഗ്, അതായത് നിക്ഷേപകർക്കുള്ള ലൈവ് മോണിറ്ററിംഗ്, അതോടൊപ്പം തന്നെ നിക്ഷേപകരുടെ ഡീറ്റെയിൽസ്, നിക്ഷേപകരുടെ KYC, അല്ലെങ്കിൽ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഏതൊക്കെ നിക്ഷേപകർക്ക് നിക്ഷേപിക്കാം ഉള്ള ഒരു പ്ലാറ്റ്ഫോം, ഇങ്ങനെയുള്ള സർവീസുകളാണ് ക്യാംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുറച്ചുകൂടി ലളിതമാക്കി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. സ്റ്റോക്ക് മാർക്കറ്റിൽ വിവിധ സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾക്കൊരു ഓൺലൈൻ ബ്രോക്കർ ആവശ്യമാണ്. ആ ബ്രോക്കർ ചിലപ്പോൾ സീറോദയാവാം, ഏഞ്ചൽ ബ്രോക്കിംഗ് ആവാം, അല്ലെങ്കിൽ അപ്സ്റ്റോക്സ് ആവാം. അതുപോലെ മ്യൂച്വൽ ഫണ്ടുകൾ, വിവിധ കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ടുകൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ് ക്യാംസ്. നാഷണൽ റേറ്റിംഗ് ഏജൻസിയായ ക്രിസിലിൻ്റെ 2019 റിപ്പോർട്ട് പ്രകാരം രജിസ്റ്റർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട് സെഗ്മെൻറ്റിലെ മാർക്കറ്റ് ലീഡറാണ് ഈ കമ്പനി. ഏകദേശം 69.4% മാർക്കറ്റ് ഷെയറാണ് മ്യൂച്വൽ ഫണ്ടിലെ ഈ വിഭാഗത്തിൽ കമ്പനിക്കുള്ളത്. വിവിധ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾക്ക് ക്യാംസ് പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നോളജി ബേസ്ഡ് സർവീസുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. പേയ്മെൻറ്റ് ഇൻ്റർഫേസ്, അതായത് ഇൻവെസ്റ്റേഴ്സ് വിവിധ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് ക്യാംസ് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബ്രോക്കേജ് കമ്പ്യൂട്ടേഷൻ, ബ്രോക്കേജ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഡിവിഡൻഡ് പ്രോസസ്സിംഗ്, ഡിവിഡൻറ്റുകൾ പ്രോസസ്സ് ചെയ്യുന്നു. കൂടാതെ ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമായ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വിവിധ മ്യൂച്വൽ ഫണ്ടുകളുടെ ലൈവ് പെർഫോമൻസ് മോണിറ്റർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. വിവിധ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾക്ക് ടെക്നോളജി ബേസ്ഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നതുകൂടാതെ കമ്പനിക്ക് സ്വന്തം നിലയിലും പല രീതിയിലുള്ള ബിസിനസ് ഉണ്ട്. അവയാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് കളക്ഷൻ സർവീസ് ബിസിനസ്, ഇൻഷുറൻസ് സർവീസ് ബിസിനസ്, ബാങ്കിംഗ് ആൻഡ് നോൺ ബാങ്കിംഗ് സർവീസ് ബിസിനസ്, KYC രജിസ്ട്രേഷൻ ഏജൻസി ബിസിനസ്, സോഫ്റ്റ്വെയർ സൊല്യൂഷൻ ബിസിനസ് എന്നിവ. 25 സ്റ്റേറ്റുകളിലും 5 യൂണിയൻ ടെറിട്ടറികളിലുമായി കമ്പനിക്ക് ഏകദേശം 278ഓളം സർവീസ് സെൻറ്ററുകളുണ്ട്. അതുകൂടാതെ ഓൺലൈൻ പ്രസൻസും മൊബൈൽ ആപ്ലിക്കേഷൻ പ്രസൻസും ഉള്ള കമ്പനിയാണ് ക്യാംസ്. ഇനി ക്യാംസ് ലിമിറ്റഡിൻ്റെ പ്രൊമോട്ടേഴ്സിനെയും ആ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുള്ള പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിനെയും പരിചയപ്പെടാം. ക്യാംസ് ലിമിറ്റഡിൻ്റെ പ്രൊമോട്ടർ ഗ്രേറ്റ് ടെറൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനിയാണ്. ഗ്രേറ്റ് ടെറൈൻ ഇൻവെസ്റ്റ്മെൻറ്റ് US ബേസ്ഡായ ഹാർമണി റിവർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പ്രൈവറ്റ് കമ്പനിയുടെ സബ്സിഡറിയാണ്. ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റിപ്പബ്ലിക് ഓഫ് മൗറീഷ്യസിലാണ്. ഈ കമ്പനിക്ക് ക്യാംസ് ലിമിറ്റഡിൻ്റെ 43.53% ഷെയർ ഹോൾഡിംഗ് ആണുള്ളത്. ഈ കമ്പനി കൂടാതെ NSEIL 37.50% ഉണ്ട്, HDFCക്ക് 5.99% ഉണ്ട്, HDFC ബാങ്കിന് 3.33% ഉണ്ട്, HDFC ട്രസ്റ്റിന് 3.19% ഉണ്ട്,
ഫെയറിംഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യക്ക് 4% ഉണ്ട്. AC സിസ്റ്റത്തിന് 1.94% ഉണ്ട്. ഇതാണ് ക്യാംസ് ലിമിറ്റഡിൻ്റെ പ്രൊമോട്ടേഴ്സും കമ്പനിയുടെ പ്രസൻറ്റ് പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിൻ്റെയും സ്റ്റാറ്റസ്. കൊടക് മഹീന്ദ്ര ക്യാപിറ്റൽ കമ്പനി, HDFC ബാങ്ക്, ICICI സെക്യൂരിറ്റി, നൊമോറ ഇന്ത്യ തുടങ്ങിയ കമ്പനികളാണ് ഈ IPO മാനേജ് ചെയ്യുന്നത്. കൂടാതെ ലിങ്ക് ഇൻ ടൈം ഇന്ത്യയാണ് ഈ IPOയുടെ രജിസ്ട്രാർ. ഇനി ക്യാംസ് ലിമിറ്റഡിൻ്റെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ് റിപ്പോർട്ടിലേക്ക് പോകാം. 2017 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ 5026 മില്യനും PAT അഥവാ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1242 മില്യനുമാണ്. 2018 റവന്യൂ 6614 മില്യനായി ഉയർന്നു. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1463 2019 ഫിനാൻഷ്യൽ ഇയറിൽ 7114 മില്യനാണ് കമ്പനിയുടെ റവന്യൂ. PAT അഥവാ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 1308 കമ്പനി ഇയർ ഓൺ ഇയർ ബേസിൽ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് ഫിനാൻഷ്യൽ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ. ഇനി IPOയുടെ ഡീറ്റെയിൽസ് പരിശോധിക്കാം. IPOയുടെ ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇക്വിറ്റി ഷെയർസിൽ ലിസ്റ്റിംഗ് ചെയ്യുകയാണ് കമ്പനിയുടെ എയിം. കമ്പനിയുടെ IPO ഡേറ്റ് നോക്കുകയാണെങ്കിൽ 21 സെപ്റ്റംബർ 2020 മുതൽ 23 സെപ്റ്റംബർ 2020 വരെയാണ് IPOയുടെ ഡേറ്റ്. ഇനി IPOയുടെ ഇഷ്യൂ സൈസ് നോക്കുകയാണെങ്കിൽ 18,24,00,000 ഷെയറുകളാണ് IPO വഴി ഇഷ്യൂ ചെയ്യുന്നത്. ഇതിൽ ഏകദേശം 12,16,00,000 ഷെയറുകൾ OFS വഴിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആ OFS അഥവാ ഓഫർ ഫോർ സെയിൽ. OFS വഴി ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളിൽ നിന്നും കിട്ടുന്ന പൈസ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനാണ് കിട്ടുന്നത്. IPO വഴി ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളിൽ നിന്നും കിട്ടുന്ന പൈസ കമ്പനിക്ക് ഡയറക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഇനി ഓരോ ഷെയറുകളുടെയും ഫേസ് വാല്യൂ നോക്കുകയാണെങ്കിൽ 10 രൂപയാണ്. IPOയുടെ പ്രൈസ് 1250 രൂപയാണ് IPOയുടെ പ്രൈസ്. ഒരു ലോട്ടിൽ 12 ഷെയർ ആയിരിക്കും കാണുന്നത്. മിനിമം ഓർഡർ ഓഫ് ക്വാണ്ടിറ്റി ഒരു ലോട്ടാണ്, അതായത് 12 ഷെയർ. ഈ IPO ലിസ്റ്റ് ആവുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ല, ഓൺലി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. ഇനി IPOയുടെ ലോട്ട് സൈസ് നോക്കുകയാണെങ്കിൽ ഒരു ലോട്ടിൽ മിനിമം 12 ഷെയർ, ഏകദേശം 15,000 രൂപയാണ് ഒരു ലോട്ടിൻ്റെ വില. മാക്സിമം ലോട്ടിൽ 13 ലോട്ട് ചേർന്നതാണ് മാക്സിമം ലോട്ട്. ഒരു റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോട്ട്. ഇതിൽ 1,95,000 രൂപയുടെ ഷെയർ ആണ് ഉണ്ടായിരിക്കുന്നത്. ആസ് എ പോയിന്റ് ഓഫ് കൺക്ലൂഷൻ, കമ്പനിയുടെ മെറിറ്റ്സ് അല്ലെങ്കിൽ സ്ട്രോങ് പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്ന്, കമ്പനി ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ലാർജസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. കാരണം മ്യൂച്വൽ ഫണ്ടുകൾക്കുള്ള സർവീസ് പ്രൊവൈഡർ കമ്പനികളിൽ ഈ കമ്പനി മാർക്കറ്റ് ലീഡറാണ്. 69.4% മാർക്കറ്റ് ഷെയർ ആണ് ഈ കമ്പനിക്കുള്ളത്. രണ്ടാമത്തേത് കമ്പനിയുടെ ബിസിനസ് മോഡലാണ്. അതായത് ഒരു ഡൈവേഴ്സ് ബിസിനസ് പോർട്ട്ഫോളിയോ ആണ് കമ്പനിക്കുള്ളത്. AMCകൾക്കുള്ള ടെക്നോളജി ഇനേബിൾഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സെൽഫായിട്ടുള്ള പല ബിസിനസ്സുകളും കമ്പനിക്കുണ്ട്. ഇതെല്ലാം നമ്മൾ ആൾറെഡി കവർ ചെയ്തതാണ്. മൂന്നാമത്തേത് കമ്പനിയുടെ പാൻ ഇന്ത്യ പ്രസൻസ് ആണ്. അതായത് 25 സ്റ്റേറ്റുകളിലും 5 യൂണിയൻ ടെറിട്ടറിയിലുമായി കമ്പനിക്ക് ഏകദേശം 278ഓളം സർവീസ് സെൻ്ററുകളുണ്ട്. കൂടാതെ മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ പ്രസൻസ് എന്നിവ കമ്പനിയുടെ ഒരു പോസിറ്റീവ് ഫാക്റ്റാണ്. ഇനി നാലാമത്തേത് കമ്പനിയുടെ സ്കേലബിൾ ടെക്നോളജി ഇനേബിൾഡ് എക്കോസിസ്റ്റമാണ്. അതായത് കമ്പനി AMCകൾക്കുള്ള ടെക്നോളജി ഇനേബിൾഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിലുള്ള കമ്പനിയുടെ എഫിഷ്യൻസി. ഈ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റർ നോക്കുകയാണെങ്കിൽ കാർവി എന്ന് പറയുന്ന ആപ്പ് അല്ലെങ്കിൽ കാർവി എന്ന് പറയുന്ന രജിസ്റ്റർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ടാണ് ഈ കമ്പനിയുടെ പ്രധാന കോമ്പറ്റീറ്റർ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.